ഇതാണ് പുളിക്കക്കടവ് പാലം. ഞങ്ങളിപ്പോൾ പോണത് ഒരു 104 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ചായക്കടയിലേക്കാണ്. ആ കടയിലേക്ക് വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അമ്മോസ് ട്രാവലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാണ് ഞങ്ങളുടെ ഗ്രാമഭംഗി. ഇതൊക്കെ കണ്ടോളൂ. ആ കടയിൽ കാണാൻ പോണ പൂരം പ്രത്യേകിച്ച് പറഞ്ഞറിയണ്ടല്ലോ, കണ്ടറിയാം നമുക്ക് കേട്ടോ. ഞായറാഴ്ചകളാണ് ചെല്ലേണ്ടത് ശരിക്കും അവിടെ. പക്ഷേ ഞായറാഴ്ചക്ക് ഇപ്പോൾ നിൽക്കാൻ എനിക്ക് ഇപ്പോൾ സമയം ഉണ്ടായില്ല. പറ്റിയെങ്കിൽ ഒരു ഞായറാഴ്ച ചെന്നിട്ട് വീണ്ടും വിശേഷങ്ങളായിട്ട് വരാം. നീ എല്ലാം പറയല്ലാണ്ട് ഒരിക്കലും കൊണ്ടുപോകാറില്ല. പോവാം നമുക്ക് ചായക്കടകൾ തേടി യാത്ര തുടരാം. വീഡിയോ എടുക്കാൻ എന്നെ കൊണ്ടുപോയ പോരെ. സ്കൂൾ കുട്ടികൾ വരുന്നു. ഇതാണ് കേട്ടോ പാടൂർ എന്ന് പറയുന്ന ഗ്രാമം. ഓഹോ, ഇതാണ് ചായക്കട. വളഞ്ഞു വരണം. ഇതാണ് ഫേമസ് ചായക്കട. ഇവിടെ എത്തിയപ്പോൾ കട അടച്ചത് കണ്ടത്. ഉച്ചയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഈ കട അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേറൊരു ദിവസം വന്നിട്ട് അതിൽ അടുത്ത് തന്നെ വന്നിട്ട് കാണിക്കാം. ഞാൻ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നമ്മളൊന്നും കടയില്ല. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ചെറിയ ചായക്കടയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ചായക്കടയ്ക്ക് ഭയങ്കര പഴക്കമുള്ള ഒരു കടയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്കറിയാം കേട്ടോ. ഇതാ എൻ്റെ നാട്ടുകാരത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പരിചയപ്പെടാം. അതിൻ്റെ ശേഷം നമുക്ക് കടയുടെ ഓണറെ പരിചയപ്പെടാം. ആര് അവിടെ നിൽക്കണ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വരണവര്. അപ്പം നിങ്ങൾ സ്ഥിരം ഇവിടെ വരാറുള്ളതാണ് അല്ലേ? കാലങ്ങളായിട്ട്. ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് കേട്ടോ. എന്താ ചേട്ടൻ്റെ പേര്? പ്രഭു. രവീന്ദ്രൻ. ജനാർദ്ദനൻ. പ്രസന്നൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പാട്ട് പാടാനോ അങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടോ? ആദ്യം പ്രഭു പാടിയിരുന്നു. ഇപ്പൊ നിർത്തി. എന്ത് നിർത്തിയേ? എന്താണ് നിർത്താൻ കാരണം? അത് സാറില്ല, എന്നാലും രണ്ടുപേരും പാടാം. ഇതൊക്കെ ഒരു ഗ്രാമത്തിന്റെ ജീവനാണ്. ഇങ്ങനത്തെ ചായക്കടകളൊക്കെ നമുക്കിപ്പം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക്
ചായച്ചേട്ടനെ പരിചയപ്പെടാം അല്ലേ? ചായച്ചേട്ടൻ ഭയങ്കര തിരക്കിലാണ്. നിന്റെ ഫോണുണ്ടല്ലേ, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. അദ്ദേഹത്തിന് ഞാനൊന്ന് അദ്ദേഹം തിരക്കിലാണ്. നമ്മള് അവിടെ അവരെയൊക്കെ എടുക്കാം. ഞാനെടുക്കാം. നമ്മള് അവിടെ അവരെയൊക്കെ എടുക്കാം. ഞാനെടുക്കാം. 30 രൂപ തന്ന് സഹായിച്ചിരിക്കുന്നു, നന്ദിയുണ്ടേ. അല്ല അത് പോട്ടെ, അത് കാര്യം ഇവിടെ പാലുണ്ടാവണല്ലോ, അതാണ്. ഒരു ചായ കുടിച്ചോളൂ. ഇദ്ദേഹത്തിന്റെ വീട് തളിക്കുളാണ്. നമ്മുടെ വീടിന്റെ അടുത്തൊരു അതെ ചായക്കട ഉണ്ടായിരുന്നു, ദാസിന്റെ ചായക്കട. ആദ്യം ജോസിന്റെ ചായക്കടയായിരുന്നു, പിന്നെ അത് ദാസിന്റെ ചായക്കടയായിരുന്നു. എടശ്ശേരിയിലാണ് അദ്ദേഹം, എടശ്ശേരി പടിഞ്ഞാറ് ഭാഗത്ത്. പേരെന്താ? അത് ടീച്ചറായിരുന്നു. സുനിൽ. ഫാമിലിയൊക്കെ ഫാമിലിയോട് 2 പിള്ളേര്, അപ്പൊ എന്തായാലും കുടുംബ സമാധാനം എനിക്കൊന്നുകൂടി ചൂടാക്കി ഞാൻ So, taste it and say. അങ്ങനെയുണ്ട് ചായ. അപ്പോൾ നല്ല സൂപ്പർ ചായയാണ്. അപ്പോൾ ആരെങ്കിലും ഈ വഴിക്ക് പോകണ്ടെങ്കിൽ മറക്കണ്ട. എന്താ സുനിലല്ലേ? സുനിലേട്ടൻ്റെ ചായക്കട. ഇപ്പം അങ്ങനെയുള്ള എല്ലാവർക്കും വർത്താനം. അപ്പോൾ സുനിലേട്ടൻ്റെ ചായക്കടയിൽ കയറാൻ എല്ലാവരും മറക്കണ്ട. ഇവിടെ വരിക, ചായ കുടിക്കുക, നല്ല എരുമപ്പാലിൻ്റെ രുചി ആസ്വദിച്ചുകൊണ്ട് ഈ ചായ ഇങ്ങനെ ചൂടാക്കി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞങ്ങളുടെ ഗ്രാമഭംഗിയൊക്കെ കണ്ട്, ഇവിടെ പുറത്ത് പോയ കായലൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് തിരിച്ചു പോവാം. അപ്പോൾ എല്ലാവർക്കും തിരിച്ചു പോകുന്നതിന് പിന്നെ പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുത്തിട്ട് തിരിച്ചു പോയാൽ മതി. അപ്പോൾ ചായ എങ്ങനെയുണ്ട് കുടിച്ചു നോക്കിയിട്ട്? ചായക്ക് പിന്നെ വെറും 10 രൂപയല്ലേ ഈടാക്കുന്നുള്ളൂ കേട്ടോ. എരുമപ്പാലിന്റെ ചായ 10 രൂപ മാത്രം. ഞാൻ കുടിക്കണോ? ഈ നേരത്തെ അതല്ല, ഞാൻ വന്നിട്ടില്ലാത്ത കുടിക്കുള്ളൂ. പഠിച്ചിട്ടില്ലേ? എന്താ പേര്? ജബ്ബാർ. ഇപ്പൊ ഇവിടെ എത്തിയപ്പോ രാകേഷിന് ഒരു കൂട്ടുകാരനെ കിട്ടി, ജബ്ബാർ. നല്ല ചായ. ഇവിടെ വീട് ജബ്ബാറിന്റെ. അതെ. ഈ ചായക്കട കാലത്തെ എപ്പോഴാ തുറക്കുക? 5:30 വെക്കും. അത് ശരി. വൈകുന്നേരം എത്ര മണി വരെ ഉണ്ടാവും? 5 മണി വരെ അല്ലേ? അപ്പം എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. വൈകിട്ട് 5 മണി വരെ ഇവിടെ ചായ കിട്ടുള്ളൂ. അപ്പം അതിന് മുമ്പ് വന്ന് ചായ കുടിക്കുക. പിന്നെ എത്ര എരുമയുണ്ട് വീട്ടിൽ? 3 കറക്കണതാണ്. അപ്പം എന്തായാലും ഇനിയും ഈ ചായക്കട വീണ്ടും അഭിവൃദ്ധിയിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു കടയിൽ നിന്ന് ചായ കുടിക്കുന്നത്. ചായ നല്ല ചായയായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ വഴിക്ക് പോകണമെങ്കിൽ ഈ കടയിൽ ശേഷം മറക്കണ്ട. ഇനിയും ഇതുപോലെയുള്ള വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം നിങ്ങളുടെ അമ്മു ടി എം കോങ്ങാട്ടി.